ഇപ്പോൾ കണ്ടത് ഒരു നോമ്പുതുറ വിഭവമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും നോമ്പുതുറയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ പേര് പാലൂട. ഇതൊരു ഉപ്പ് ചേർത്ത വിഭവമാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മധുരമുള്ള വിഭവം. ഒരുപാട് മധുരം അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കോരി കുടിക്കുന്ന ഇതുപോലെ കഞ്ഞി പോലെയുള്ളൊരു കാര്യം. ഈ പാലൂടയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയൊരു കാര്യം, നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റായിട്ടുള്ളൊരു പാനീയം. പിന്നെ രണ്ടാമത്, ഇത് ശരിക്കും പുതിയാപ്പിള സൽക്കാര സമയത്ത്, പുതിയാപ്പിള ആദ്യമായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ സമയത്ത് പിന്നെ ആദ്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ വീട്ടിലേക്ക് കയറി വരുവാണെങ്കിൽ ആ രാവിലെ ആദ്യത്തെ ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ഈ പാലൂടയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. മലബാർ മേഖല പ്രത്യേകിച്ച് പറഞ്ഞാൽ തലശ്ശേരി കണ്ണൂർ പ്രദേശങ്ങളിൽ പാലൂട കൊടുത്താണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയട്ടെ. പാലൂട വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം, എങ്ങനെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1/2 ലിറ്റർ, മൈദാമാവ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1/2 കപ്പ്, പട്ട 1 കഷ്ണം, ഗ്രാമ്പൂ 2 3, ഏലക്ക 2 എണ്ണം, സവാള 1 ചെറിയ കഷ്ണം. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: നെയ്യ് 1.5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 മുതൽ 50 ഗ്രാം വരെ. അപ്പോൾ നമ്മൾക്ക് പാലൂട തയ്യാറാക്കാം. പാലൂട എന്ന് പറയുമ്പോൾ ഫലൂട എന്നൊക്കെ പറയുന്ന പോലെ തോന്നുന്നു അല്ലേ? പാലൂട ശരിക്കും ഒരു കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്വാദുള്ള വിഭവമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പശുവിൻ പാൽ, ഈ പാലിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കിഴി കെട്ടി ഇടണം. കിഴി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തുണിയിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു പണക്കിഴിയല്ല, ഇങ്ങനെ കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ഈ പാല് തിളപ്പിക്കും. അപ്പോൾ നമ്മളൊരു വെള്ള തുണി, ഒരു മൽ ക്ലോത്ത്, ഒരു സാധാരണ ഒരു കോട്ടൺ കട്ടി കുറഞ്ഞ വെള്ള തുണി, അതിനകത്തേക്ക് ഒരു സവാളയുടെ ഒരു ചെറിയ പീസ്, അതായത് ഒരു ചെറിയ സവാളയുടെ 1/4 ഭാഗം ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത്. ഇത്ര തന്നെ വേണമെന്നില്ല, കുറച്ച് മതി. കുറച്ച് സവാള, ഒരു 2 ഏലക്ക, 1 2 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ഒരു കഷ്ണം പട്ട. ഇതെല്ലാം പേരിന് വേണ്ടി മതിയാവും. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി ഒരു കിഴി. വേണമെങ്കിൽ ഏലക്ക നമുക്ക് 1 എണ്ണം കൂടി കൊടുക്കാം, 2 എണ്ണം ഇട്ടിട്ട് 3 എണ്ണം ഇട്ടിട്ട്, എന്നിട്ട് ഇതിനിങ്ങനെ കെട്ടാം, കിഴിയായിട്ട് നല്ല ബലമായിട്ട്. ഈ കിഴി അഴിഞ്ഞു പോകാത്ത രീതിയിലൊരു കഠിനമായൊരു കെട്ടാണ്. ഓക്കെ, കെട്ട് നല്ലൊരു സഞ്ചി കിഴിയായി കഴിയും. ഇത് മസാല കിഴിയാണ്. അപ്പം നമ്മൾക്കിനി അടുപ്പ് കത്തിക്കാം. അതിൻ്റെ അകത്തേക്ക് ഈ കിഴി, അതാണ് ഞാൻ പറഞ്ഞത്, കിഴി അഴിഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പാല് തിളയ്ക്കുമ്പോൾ ഈ കിഴിയും കൂടി അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്നുള്ള സത്ത്, ആ സവാളയുടെ ഒരു ഫ്ലേവർ, പിന്നെന്താ ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഏലക്കയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്വാദ് ഈ പാലിലേക്ക് ഇറക്കട്ടെ. അപ്പോൾ കിഴിയും പാലും കൂടി, ഇത് നമ്മുടെ ആയുർവേദ ചികിത്സ പോലെയാണ്. അപ്പോൾ നമ്മൾ പലതരം ചികിത്സകളുണ്ടല്ലോ കർക്കിടക മാസത്തിൽ. അപ്പോൾ എന്താ പറയുക, പിഴിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിഴി വെച്ചിട്ട് ആണ് ഇങ്ങനെ ദേഹത്തെല്ലാം ഇടിച്ചിട്ട് പാൽ കിഴിയൊക്കെ വെച്ച് പലതരം ഔഷധങ്ങൾ യോജിപ്പിച്ച് പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനെ കിഴി മുക്കി നമ്മളുടെ ദേഹത്ത് വയ്ക്കുന്ന രീതി. അതൊന്നും അല്ല കേട്ടോ, ഇതൊരു സ്വാദാണ്. കാര്യം പട്ട ഗ്രാമ്പൂ ഏലക്കയെല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സവാളയും പീസസ് ഇതിനകത്ത് ഇട്ടാൽ നമ്മൾ ഇത് കുടിക്കുമ്പോൾ അത് ഇങ്ങനെ അറിയാണ്ട് വായിൽ വരും, അല്ലെങ്കിൽ അത് ഇതിൽ നിന്ന് ഇളക്കി മാറ്റണം. അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ നേരിയ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാദ് മാത്രമേ ഈ പാലിന് കിട്ടേണ്ട ആവശ്യമുള്ളൂ. പാല് തിളയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ കിഴിയിലെ സ്വാദും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങും. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാരയുടെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1/4 മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ആകും. പഞ്ചസാരയും കൂടി ചേർന്ന് ഇളക്കട്ടെ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കിഴി വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇളക്കാം. അത് കുറച്ചുകൂടി സൗകര്യമായിരിക്കും, ഈസി. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നന്നായിട്ട് തിളച്ച അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കിഴിയുടെ ആവശ്യം കഴിഞ്ഞു. കിഴിയെ നമ്മൾ മാറ്റുകയാണ് പാത്രത്തിലേക്ക്. എന്നിട്ട് ഇനിയാണ് നമ്മൾ കുറച്ച് തീ ഒരൽപ്പം കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരൽപ്പം വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദാമാവ്, എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ അരിപ്പയിലൂടെ അരിച്ച് മാറ്റണം. എന്നിട്ട് വേണം ഇതിലേക്ക്. ഇനി ഇത് നല്ലൊരു കുറുകിയ ഒരു രീതിയിൽ വരും. പാലൂട ഇങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ സാധിക്കും. ഇതിനൊരു ഏലക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും പിന്നെ ഒരു സവാളയുടെയും ഒക്കെ ഒരു സ്വാദും മണം ഉണ്ടാകും. അപ്പോൾ കിഴിയിലിട്ടിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. ആ കിഴി കെട്ടിയിട്ടിട്ട് ഒരുപാട് നേരമൊന്നും വേണ്ട. പാല് തിളച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ സമയം. പിന്നെ പാല് പെട്ടെന്ന് വറ്റിപ്പോകുന്നു തോന്നുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കാം പാലിൻ്റെ കൂടെ. അപ്പോൾ അത്രയും സമയം കൂടി നമുക്ക് തിളപ്പിക്കാം. ശരിക്കും ഗ്രാമ്പൂ അങ്ങനത്തെ ആ ഫ്ലേവേഴ്സൊക്കെ വരുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, സവാളയുടെ കുറുകി കഴിഞ്ഞു. നല്ല കുറുകിയ രീതിയിലുള്ളൊരു പാലൂട ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തിള വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും റെഡിയായി. ഇനി നമ്മൾ ശരിക്കും പാലൂട ഇങ്ങനെ നല്ലതായിട്ട് കുറുകി വന്നിരിക്കുകയാണ്. നല്ലൊരു ക്രീമി ആയിട്ട് കസ്റ്റേർഡുമാണ്. ഇത് കുടിക്കാൻ പറ്റുന്നൊരു പാകമാണ്. ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ കുടിക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കും. ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതേ അടുപ്പിലേക്ക് മറ്റൊരു പാത്രം വെച്ച് ചൂടാക്കി അതിലൊരല്പം നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. അതാണ് അതിൻ്റെ അലങ്കാരവും പിന്നെ ഇളക്കി കഴിക്കുമ്പോൾ നല്ല സ്വാദുമാണ്. എന്തെളുപ്പം അല്ലേ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ പാലൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, വിളമ്പുന്ന പാത്രത്തിൽ. എന്നിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ കുടിക്കാനുള്ളൊരു പാകമായിരിക്കണം. നല്ല കുറുകുറാന്നിരിക്കുന്ന ഒരു പാനീയം. അപ്പോൾ അടുപ്പ് നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് നെയ്യ്, 1-1.5 ടേബിൾ സ്പൂണോ ആകാം. അതിലേക്ക് 25 മുതൽ 50 ഗ്രാം വരെ അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം ഓരോരുത്തരുടെ സൗകര്യവും സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ചിട്ടാകാം. എത്ര ചേർത്താലും സ്വാദ് തന്നെയാണ്. പിന്നെ മധുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ. പക്ഷെ 1/2 കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അര ലിറ്റർ പാലിന് വളരെ കൂടുതലായിരിക്കും മധുരം. അത്ര ആവശ്യമില്ല. ചെറിയൊരു സവാളയുടെയൊക്കെ സ്വാദ് വരുന്ന ഒരു വിഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം കയറി നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്കതോടൊരു 1/4 കപ്പ് പഞ്ചസാരയായിരിക്കും കൂടുതൽ എൻ്റെ പരിപ്പ് പാകത്തിന് കൂട്ടും. ഇനി ഈ നെയ്യോടുകൂടി തന്നെ നമ്മുടെ പാലൂടയുടെ മുകളിലേക്ക് ഒഴിക്കാം. പാലൂട ഞാനൊരു വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. കണ്ടില്ലേ, ഒരു ലൂസ് കസ്റ്റേർഡ് പോലെയാണ്. സ്വാദോടുകൂടി തന്നെ ചൂടോടുകൂടി തന്നെ വിളമ്പിയാലും വളരെ സ്വാദാണ്. അതല്ല ഇനി ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഏറെ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ അത് മറ്റൊരു സ്വാദായിരിക്കും. എന്തായാലും ഏത് രീതിയിലാണെങ്കിലും ഈ പാലൂട വളരെ സ്വാദിഷ്ടമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. ഇത് പുതിയാപ്ലയ്ക്ക് ആദ്യം വധുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കുന്ന ആദ്യത്തെ വിഭവമാണെന്നാണ് പറയുന്നത് തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ. എന്തായാലും നമ്മൾക്കിത് വീട്ടിൽ ഇടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2 നോമ്പുകാല വിഭവങ്ങളാണ് കണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും സ്വാദുള്ളതുമായ വിഭവങ്ങൾ. അപ്പം നോമ്പില്ലാത്ത കാലങ്ങളിലും വേണമെങ്കിൽ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന വിഭവമാണ്. ഈ 2 വിഭവങ്ങളും അങ്ങനെയാണ് വീട്ടമ്മമാർക്ക് പരീക്ഷിക്കാം. ഇത് അറിഞ്ഞൂടാത്ത വീട്ടമ്മമാർക്ക്, ഇത് മലബാർ ഭാഗങ്ങളിലെ വീട്ടമ്മമാർക്കെല്ലാം സുപരിചിതമായിരിക്കും ഇത്തരം വിഭവങ്ങൾ. പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 വിഭവവും തയ്യാറാക്കി കാണിച്ചത്. തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി